കെവിൻ ചേട്ടാ, ഫെനി നൈനാൻ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട സ്ക്രീൻഷോട്ടിനെ രണ്ട് രീതിയിലാണ് ആളുകൾ നോക്കിക്കാണുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഫെനി നൈനാൻ രാഹുലിന്റെ ഒരു ന്യായം, രാഹുലിന്റെ ഭാഗത്തുള്ള ഒരു ശരി പുറത്തുവിടുന്നു എന്നുള്ള രീതിയിലാണ് ആ ഒരു പോസ്റ്റ് ഇട്ടതെങ്കിലും അത് രാഹുലിന് തിരിച്ചടിയാകുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, തീർച്ചയായിട്ടും ഓരോ അതിജീവിത പരാതി കൊടുക്കുന്നു, അതിന് പുറകെ അവരുടെ പേഴ്സണൽ ചാറ്റുകൾ പുറത്തുവിടുക എന്ന് പറയുന്നത് എന്ത് അപമാനകരമായുള്ള ഒരു കാര്യം. ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ, അങ്ങനെയെങ്കിൽ ഈ മാധ്യമങ്ങൾ രാഹുലിനെതിരെ വന്ന ആദ്യത്തെ പരാതിയിലെ ചാറ്റുകൾ പുറത്തുവിട്ടതോ? ഈ ചാറ്റിൽ ഈ പറയുന്ന ഫെനി നൈനാൻ പുറത്തുവിട്ട ചാറ്റിനകത്ത് ഫെനി നൈനാൻ പുറത്തുവിട്ട കാര്യങ്ങളിൽ കൃത്യമായി രാഹുലിന്റെ തെറ്റും ശരിയും വിളിച്ചോന്ന കാര്യങ്ങളുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ ചാറ്റുകൾ പുറത്തുവിടുമ്പോൾ അതിന് അതിജീവിതയുമായി ബന്ധപ്പെട്ട് യാതൊരു കാര്യങ്ങളും മറ്റു ചാറ്റുകൾ രണ്ടും രണ്ട് രീതിയിലുള്ള വ്യത്യാസമുണ്ട്. അതായത് അതിജീവിത മാധ്യമങ്ങൾക്ക് കേസിന് ശേഷം കൈമാറിയ ചാറ്റുകളാണ് മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. അതായത് അതിജീവിത തന്റെ ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന്. അങ്ങനെ ചെയ്യാൻ എങ്ങനെയാ കഴിയുന്നത്? ഇന്ത്യൻ നീതിന്യായ സംഹിതയിൽ ഇത്തരത്തിൽ പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ആക്ട് പ്രകാരം ഇത്തരത്തിൽ ഇവർ ഒരു അക്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്കെതിരെ ഉള്ളൊരു സാധനം തെളിവുകളായ അത് ഫെനി നൈനാൻ ആരാ? ഫെനി നൈനാൻ ഇത്തരത്തിൽ കുറ്റക്കാരന്റെ കൂട്ടുകാരൻ എന്നുള്ള രീതിയിൽ വലിയ ക്ലൗഡിൽ നിൽക്കുന്ന കേസുകൾ ഇതിനു മുമ്പ് പല ഘട്ടങ്ങളിലും ഇദ്ദേഹത്തോടൊപ്പം നമ്മൾ പറഞ്ഞില്ലേ, വള്ളി പിടിക്കുന്ന ഒരു കൂട്ടുകാരൻ, വള്ളി പിടിക്കുന്ന കൂട്ടുകാരന്റെ ചങ്കായി നിൽക്കുന്ന ഫെനി നൈനാൻ ഇത്തരത്തിൽ പരിശുദ്ധനാവാൻ നടത്തിയ ശ്രമം പാളിപ്പോയതാണ് നമ്മൾ കാണുന്നത്. ആ ചാറ്റുകൾ വായിച്ചു നോക്കുമ്പോൾ അതിൽ കുറേയധികം അവ്യക്തതയുണ്ട്. നോക്കൂ, അമേരിക്കയിൽ നിന്നുള്ള അതിജീവിതയായ പെൺകുട്ടി, ആ പെൺകുട്ടി രാഹുലിനെ കാണണമെന്ന് പറയുന്നു. അതിൽ അസ്വാഭാവികമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അല്ല, ഇവിടെ ഫെനി നൈനാൻ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്. അതായത് 3 മണിക്കൂറോളം പീഡിപ്പിച്ചു അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന വ്യക്തിയുമായി വീണ്ടും എങ്ങനെയാണ് ഒറ്റയ്ക്ക് ഒരു 3 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ ഈ പറയുന്ന പെൺകുട്ടിക്ക് മനസ്സ് വരുന്നത് എന്നുള്ളത്. പക്ഷെ അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പെൺകുട്ടി ഇവിടെ മറ്റു പലരും പറഞ്ഞതുപോലെ പ്രണയാതുരമായി രാഹുലിനെ കാണണം എന്നുള്ള ആവശ്യമൊന്നും അല്ലായിരുന്നു. അങ്ങനെ പ്രണയാതുരമായിട്ടാണെങ്കിൽ രാഹുലിനോട് പേഴ്സണലി പറഞ്ഞാൽ മതി. രാഹുൽ ഒഴിവാക്കുന്ന സാഹചര്യം ആയതുകൊണ്ടാണ് രാഹുലിന്റെ സുഹൃത്ത് വഴി അങ്ങനെ ഒരു അപ്രോച്ചിന് ശ്രമിക്കുന്നത് എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം? അല്ല, തീർച്ചയായിട്ടും ഈ മാനിപ്പുലേറ്റീവ് കൺസെന്റിനെ പറ്റി നമ്മൾ ഈ ചർച്ചയിൽ കൺസെന്റ് എന്താണ്, മാനിപ്പുലേറ്റീവ് കൺസെന്റ് എന്താണ്, അത് കഴിഞ്ഞ് ആ ട്രാക്കിൽ നിൽക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ നേരത്തെ ഹർഷ പറഞ്ഞത് പ്രണയാതുരമായി ഏതൊക്കെ തരത്തിൽ ചിന്തിക്കുമെന്നുള്ള ക്ലാസ് എടുക്കാനൊന്നും ഞാൻ തയ്യാറല്ല. അത് പലർക്കും പല രീതിയായിരിക്കും. നോക്കൂ, ഇത്തരത്തിൽ ഒരു സംഭവം നടക്കുന്നു, വീണ്ടും രാഹുലിനെ കാണുക, ആ ട്രാക്കിൽ നിന്ന് പുറത്തു വരാൻ ആ ഘട്ടത്തിൽ കഴിയില്ലെന്ന് ദുർബലമായ ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് ആ ട്രാക്കിൽ നിന്ന് പുറത്തു വരിക? എങ്ങനെയെങ്കിലും ഇത് സോർട്ട് ഔട്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നമ്മുടെ ഒരു സുഹൃത്ത് വലയത്തിനുള്ളിൽ പ്രണയിക്കുന്ന 2 പേരുണ്ടെന്ന് കരുതുക. ഈ പെൺകുട്ടി ഇത്തരത്തിലൊരു കഷ്ടപ്പാടിലൂടെ കടന്നു പോവുകയാണ്. കഷ്ടപ്പാടിലൂടെ കടന്നു പോകുമ്പോൾ ഒരു തേർഡ് പേഴ്സണായി ഈ വ്യക്തിയുമായി ചേർന്ന് നിൽക്കുന്ന ഒരാളുമായിട്ട് ഒരു മീഡിയേറ്റർ നെഗോഷിയേറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും ശ്രമിക്കില്ലേ? തീർച്ചയായിട്ടും അതേ ഇവിടെ നടന്നിട്ടുള്ളൂ. അത് വെച്ചുകൊണ്ട് ഈ പെൺകുട്ടിയെ കരിവാരി തേക്കാനുള്ള ശ്രമമാണ് ഫെനി നൈനാൻ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് തള്ളിക്കളയാനായില്ല. എന്തുകൊണ്ട് പോലീസ് കേസെടുത്തു? അതുകൊണ്ട് തന്നെയാണ് പോലീസ് കേസെടുത്തത്. അതിൽ അസ്വാഭാവികമായിട്ട് ഒന്നുമില്ല, ഈ റൂം എടുത്തതുമായി ബന്ധപ്പെട്ടൊന്നുമില്ല, പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ടൊന്നുമില്ല. ഓഫീസിൽ അവരെന്ന് പറയുന്നത് ഓഫീസിൽ പോയി കാണാൻ കഴിയില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു ജീവിതത്തെ സംബന്ധിക്കുന്ന ഒരു കാര്യം പേഴ്സണലായിട്ട് 3ഉം 4ഉം ഞാനൊക്കെ മധ്യസ്ഥത വഹിച്ച പല ചർച്ചകളും 3ഉം 4ഉം 1 ദിവസം 2 ദിവസം ഒക്കെ നീണ്ടു പോയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ കണ്ട് സംസാരിക്കാനാണ് ഇത്തരത്തിൽ ആ കുട്ടി വന്നതെങ്കിൽ, ആ അതിജീവിത വന്നതെങ്കിൽ അതിൽ എന്തുകൊണ്ട് തെറ്റ് പറയാൻ കഴിയും? പക്ഷെ ഫെനി നൈനാൻ ഇത് ഒരു ദുഷ്ടലാക്കോടുകൂടി ഒരു PR വർക്കിന് വേണ്ടി അദ്ദേഹം മത്സരിച്ച് തോറ്റു. അദ്ദേഹത്തിൻ്റെ പേരിൽ കേസുകളുണ്ടായി. അദ്ദേഹത്തിന് സമാധാനപൂർണ്ണമായി നടക്കാൻ കഴിയുന്നില്ല. വള്ളി പിടിക്കുന്ന ചങ്കിൻ്റെ കൂട്ടുകാരന് ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും അദ്ദേഹത്തിനുണ്ടാവും. അതിൽ നിന്ന് മുഖം രക്ഷിക്കാനായി അദ്ദേഹം കാണിക്കുന്ന ചേഷ്ടകൾ, അതിൻ്റെ പേരിലാണ് കേസ് എടുത്തിരിക്കുന്നത്. നോക്കൂ, കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത വേറൊരു വിഷയമുണ്ട്. 1ാം പരാതി കൊടുത്ത അതിജീവിതയുടെ വിവരങ്ങൾ പുറത്തുവിട്ടതിന് രാഹുൽ ഈശ്വറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സന്ദീപ് ഭാര്യയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ കേരളത്തിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഈ അവരുടെ ഫോട്ടോ ഷെയർ ചെയ്യുന്നു. അതിന് കൃത്യമായി രാഹുൽ ഈശ്വർ ഒരു മറുപടി പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞത് അവർക്ക് ചെയ്യാം, അവർക്ക് ചെയ്താൽ കുഴപ്പമില്ല. ഇപ്പോൾ ഈ പറയുന്ന അതിജീവിത പോലും പബ്ലിക്കായി പോസ്റ്റ് ഇടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും അതിനെ എടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും തന്റെ ചായ കപ്പിൽ പ്രിന്റ് ചെയ്ത് ചായ കുടിക്കുന്ന ഫോട്ടോകൾ ഉപയോഗിച്ച് അതും PR ആക്കുന്ന ഒരു സാഹചര്യം. അതിലും അതിജീവിത എഴുതിയ കോട്ട്, അതിജീവിത എഴുതിയ വരികൾ എന്നതിനപ്പുറം അവരുടെ ഐഡന്റിറ്റി, അവരുടെ ക്യാരക്ടർ അസാസിനേഷൻ, സ്ലട്ട് ഷെയ്മിങ് ഇതൊന്നും നടത്തുന്നില്ല. ഇത് ബാക്കിയുള്ളവരൊക്കെ ഇത് എന്താണ് കമന്റ് ബോക്സുകളിലൊക്കെ ഇവിടുത്തെ പ്രബുദ്ധ കേരള ജനത ഇവർ മൊത്തം നടത്തിക്കൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതിനെതിരെ പല രീതിയിലും കേസുകൾ എടുത്തിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നോക്കൂ, ഈ നടി ആക്രമിക്കപ്പെട്ട കേസ്, ആ നടി ആരാണെന്ന് ഇന്ത്യൻ സിനിമയിൽ, വേൾഡ് സിനിമയിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട്, ആ വാർത്തയുമായി ബന്ധപ്പെട്ട് ഞാൻ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസം ഈ കോടതിയുമായി ബന്ധപ്പെട്ട്
ഒരു വെർഡിക്റ്റ് വന്നതിന് ശേഷം അവർ ഫേസ്ബുക്കിൽ അല്ല ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇടുകയാണ്. ഇന്ത്യൻ നീതിന്യായ സംഹിതയിലെ വിശ്വാസം നഷ്ടപ്പെട്ടതിനെ കുറിച്ചാണ്. അതിൽ അതിൻ്റെ അടിയിൽ അവർ കൃത്യമായി അവരിങ്ങനെ പേര് നോട്ട് ചെയ്ത് പോകുന്നുണ്ട്. ആ കേസുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ആ കുട്ടിയുടെ പേര് അല്ലെങ്കിൽ ആ നടിയുടെ ഐഡന്റിറ്റി മറയ്ക്കുക എന്നുള്ളത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി ചെയ്യേണ്ടത് ശരി തന്നെയാണ്. അപ്പോൾ അവിടെ എല്ലാം തന്നെ എൻ്റെ പല നോർമലായിട്ടുള്ള ചിന്തിക്കുന്ന ഫെനീനയുടെ ഭാഷയിലുള്ള സുഹൃത്ത് വലയങ്ങളുള്ളവർ ചോദിച്ചു, അവിടെ ആ പച്ച മഷി കൊണ്ട് മറച്ചില്ലെങ്കിൽ അത് ഇന്ന നടിയാണെന്ന് ആർക്കും അറിയാൻ സാധിക്കത്തേയില്ല. അത് നമ്മളൊരു മാതൃക കാണിക്കണമെന്നേ, എല്ലാ കാര്യത്തിലും മാതൃക കാണിക്കണം. പക്ഷേ ഇവിടുത്തെ മുതിർന്ന മാധ്യമ പ്രവർത്തകർ ഞാൻ നോക്കൂ, ഈ ഇവിടുത്തെ ഒന്നാം പരാതി ഇവിടുത്തെ അതിജീവിതയുടെ ഇതുണ്ടെങ്കിൽ പോലും ഏതാണ് അവരുടെ സമ്മതം ഉണ്ടെങ്കിൽ പോലും അത്തരത്തിലുള്ള ചിത്രങ്ങൾ ഷെയർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ പരിമിതമായ നിയമ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് അറിയാൻ സാധിക്കുന്നത്. ഷെയർ ചെയ്യാൻ പാടില്ല. പക്ഷേ ഇവിടുത്തെ മുതിർന്ന മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ആ ഫോട്ടോകൾ സ്വന്തം PR വർക്കിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റ് എന്ത് ലാഭേച്ഛ പ്രതീക്ഷിച്ചാലും സപ്പോർട്ട് കൊടുക്കുന്നു എന്ന രീതിയിലാണ്. അത് കൃത്യമായി നിയമത്തിന്റെ സംരക്ഷണം ആ വ്യക്തിക്ക് ലഭിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ അതായത് ആ നോക്കൂ, മാനസികാവസ്ഥപരമായി ഇത്തരത്തിൽ ആ പരാതി ഉൾപ്പെടെ അല്ലെങ്കിൽ ആ റിമാൻഡ് റിപ്പോർട്ട് ഉൾപ്പെടെ ഹർഷ ഉൾപ്പെടെ വായിച്ചു ആ ഒരു സാഹചര്യത്തിൽ ആ കുറച്ചുകൂടെ സമൂഹത്തിന് മുമ്പിൽ അല്ലെങ്കിൽ ഈ ജനതയ്ക്ക് മുമ്പിൽ എറിഞ്ഞു കൊടുക്കുന്ന രീതിയിൽ ഫൈനിനാണ് സ്വീകരിച്ചത്. തീർച്ചയായിട്ടും ഈ പറയുന്ന പെൺകുട്ടി യഥാർത്ഥത്തിൽ ഒരുപക്ഷെ പരാതി കൊടുക്കില്ലായിരുന്നിരിക്കാം. രാഹുലുമായി അന്ന് അങ്ങനെ ഒരു സംസാരം ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അന്നൊരു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു വിഷയത്തിലേക്ക് വഷളാവില്ലായിരുന്നു. രാഹുൽ തന്നെ സ്വന്തം കുഴി തോണ്ടിയ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. പെൺകുട്ടി പരാതി കൊടുക്കാൻ, അതായത് മൂന്നാമത് ഇപ്പോൾ പരാതി വന്നിരിക്കുന്ന അതിജീവിത പരാതി കൊടുക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്റെ മനസ്സിൽ തോന്നിയത് കൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല, കൊടുക്കുമെന്നുള്ള തോന്നൽ കൊണ്ട് ഈ പറയുന്ന അതിജീവിതയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുക, ഇനി നീ ഇതുമായി മുന്നോട്ട് പോയാൽ നിന്റെ അനിയത്തിയുടെ കല്യാണം മുടക്കും, നിന്റെ അച്ഛനെ അമ്മയെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ അവരെ കൊന്നുകളയെന്നുള്ള രീതിയിലുള്ള ഭീഷണികൾ മുഴക്കുമ്പോൾ സ്വാഭാവികമായും ആ പെൺകുട്ടി അതിനൊരു അനുനയത്തിലെത്തുക, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല, അല്ലെങ്കിൽ താൻ തന്റെ വഴിക്ക് പോകുമെന്ന് അറിയിക്കാനായിരിക്കണം രാഹുലിനെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ അതിന് അവസരം ഒരുക്കാതെ പിന്നീട് അതിനെ പോലും വളച്ചൊടിച്ച് ഈ പറയുന്ന അതിജീവിതയെ മോശമാക്കുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റ് ഇടുക, അല്ലെങ്കിൽ അതിജീവിതയുമായി മെസ്സേജ് അയച്ചിട്ടുള്ള കാര്യങ്ങൾ പുറത്തുവിട്ടിട്ട് അതിന് അതിജീവിതയെ തെറ്റുകാരിയാക്കി കൊണ്ടുപോകുന്ന ഫെനീനയുടെ ഈ ഒരു പ്രവർത്തനം നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കില്ല. ഇനിയിപ്പോൾ രാഹുൽ മാത്രമല്ല ഫെനീനയാണ് യാഥാർത്ഥ്യം. ഒരു പറ്റം ആൾക്കാർ ഇപ്പോഴും ഇതിനെ വേറൊരു രീതിയിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്. അതായത് രാഹുലുമായി ചേർന്ന് നിൽക്കുന്ന അതിജീവിതമാരുടെ കയ്യിലെല്ലാം തെറ്റുണ്ട് എന്ന രീതിയിൽ വ്യാഖ്യാനിക്കാനുള്ള അല്ല, ഒന്ന് ആലോചിക്കണം. ഇവർക്കൊക്കെ ഒരു പുരുഷനെ ഇപ്പം കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയാണ് ഒക്കെ സമ്മതിക്കുന്നു, പക്ഷെ മറ്റൊരു ബന്ധത്തിൽ പോകാൻ പാടില്ല എന്ന നിയമത്തിലില്ല. ഇപ്പോൾ രാഹുലുമായി മാത്രമാണ് ഇവർക്ക് അല്ലെങ്കിൽ പരപുരുഷ ബന്ധമുള്ളതെങ്കിൽ രാഹുൽ എത്ര പെൺകുട്ടികളോടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്? രാഹുൽ മാത്രം നല്ല കുട്ടിയും ഈ അതിജീവിതമാരെല്ലാവരും തന്നെയും പറ്റിക്കപ്പെട്ട എല്ലാവരെയും അവരുടെ മാനസികാവസ്ഥ ചൂഷണം ചെയ്ത്, അവരുടെ അവസ്ഥ ചൂഷണം ചെയ്ത്, അവരുടെ സാമ്പത്തികത്തെ അല്ലെങ്കിൽ സമ്പത്തുപരമായി ചൂഷണം ചെയ്ത രാഹുൽ എപ്പോഴും നല്ല കുട്ടിയും ഇതിനെല്ലാത്തിനും ഇരയായി മാറിയ പെൺകുട്ടികളെല്ലാം തന്നെയും തെറ്റുകാരുമാവുന്നത് എവിടുത്തെ ന്യായമാണെന്ന് അറിയാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് സമയങ്ങൾക്ക് മുൻപ് ഞാൻ ഒരു വാർത്ത കണ്ടിരുന്നു. അതിനകത്ത് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് രാഹുലിനെ തന്നെ MLA ആയിട്ട് മതി, രാഹുലിനെ പോലെ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്ന പെൺകുട്ടികളുടെ ഭാഗത്തും തെറ്റുണ്ടെന്ന് വെച്ച് പുലർത്തുന്ന ഒരു കൂട്ടം ആൾക്കാർ നമ്മൾ തന്നെ രാഹുലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുമ്പോൾ അതിനടിയിൽ ഇപ്പോഴും രാഹുലിനെ അനുകൂലിച്ചുകൊണ്ട് ഒരുപാട് അവരെല്ലാവരും വിശ്വസിക്കുന്നത് ഇത്തരത്തിലുള്ള സൈക്കോ ആയിട്ടുള്ള സെക്ഷൽ പെർവേർട്ട് ആയിട്ടുള്ള ഹാബിച്വൽ ഒഫൻഡർ ആയിട്ടുള്ള രാഹുലിന്റെ ഒപ്പം ചേർത്ത് വയ്ക്കുന്ന അതിജീവിതമാരുടെ പേരുകളിൽ അവരുടെ ഭാഗത്തും തെറ്റുണ്ട്, അവരും ഇതിൽ തുല്യ പെൺകുട്ടികൾ ചെന്നിട്ടാണല്ലോ ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. കുറെ അധികം വസന്തങ്ങൾ, അങ്ങനെ തന്നെ പറയേണ്ടി വരും, വസന്തങ്ങളും അതേപോലെ അവരെ സപ്പോർട്ട് ചെയ്യുന്നവരെയും ഒന്നും പറയാനില്ല. അവരുടെ മനോവൈകൃതങ്ങൾ മാറേണ്ട ഒരു സാഹചര്യമാണ്, അവരുടെ ചിന്തകൾ മാറേണ്ട ഒരു സാഹചര്യം. നോക്കൂ, ഈ വേട്ടയാടി ഇരയെ പിടിക്കുന്ന ഒരു രീതിയാണ് കൃത്യമായി രാഹുൽ മാങ്കൂട്ടം ഇതിൽ സ്വീകരിച്ചതെന്ന് പറഞ്ഞാൽ എന്താണ് കൃത്യമായ ആൾക്കാരുടെ പുറകെ പോവുക. അതായത് ഒരു മെസ്സേജ് മാറി അവിടെ എത്തിയതിന് അതിന് പിന്നാലെയാണ് ഈ പെൺകുട്ടിയുടെ ജീവിതം പോലും മാറി അറിയുന്ന വിവരങ്ങൾ ഭയപ്പെടുത്തുന്നതാണ്. ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ ഒളിവിലിരിക്കുമ്പോഴും രാഹുൽ അല്ലെങ്കിൽ അത്തരത്തിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലും ഇൻസ്റ്റാഗ്രാമിലൂടെ പല സെലിബ്രിറ്റികൾക്കും ആ സമയത്തും ഇത്തരത്തിൽ മെസ്സേജ് അയക്കുന്ന വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല, നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതുമാണ്. അത്തരത്തിലുള്ള മനോവൈകൃതം ഉള്ള ഒരു വ്യക്തിയാണ് ഇവിടെ വെള്ളപൂശി ഇവിടുത്തെ ഒരു വിഭാഗം ജനങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള പലരും ഇവിടെ ഈ ഒരു സീറ്റിൽ ഇരുന്നു കൊണ്ട് തന്നെ പലപ്പോഴും രാഹുലിനെതിരെ തുടക്കത്തിൽ ആരോപണങ്ങൾ വന്ന സമയത്ത് ന്യായീകരിച്ചിട്ടുണ്ട്. അപ്പോ കെവിൻ ചേട്ടനൊക്കെ ആ ഒരു സമയത്ത് പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെ ഇനിയും പരാതികൾ വരുമെന്ന് അന്നേ മുൻകൂട്ടി പറഞ്ഞപ്പോൾ പോലും നമ്മൾ അതിനെ അംഗീകരിച്ചിട്ടില്ല. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ഒരിക്കലും രാഹുലിനെ അനുകൂലിക്കാനുള്ളൊരു വകുപ്പില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ മെസ്സേജ്, ഈ പറയുന്ന വീഡിയോ കാണുന്ന ആളുകൾ കമന്റിൽ താഴെ രാഹുലിനെ എത്രത്തോളം തീയും പുകയും ഇട്ട് ആരാധിക്കുന്ന ആളുകളൊക്കെ മനസ്സിലാക്കണം. ഒരു പരാതിയോ രണ്ട് പരാതിയോ
ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് തെറ്റിദ്ധാരണയാണെന്ന് പറഞ്ഞ് തള്ളി നീക്കാൻ സാധിക്കും. പക്ഷെ തുടർക്കഥയാകുമ്പോൾ നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ തരമില്ല. വിശ്വസിക്കുന്നത് കൊണ്ടും ന്യായമുള്ളത് കൊണ്ടുമാണല്ലോ ഇപ്പോൾ രാഹുൽ റിമാൻഡിൽ നിൽക്കുന്നത്. അത് ചിന്തിച്ചുകൊണ്ട് രാഹുലിനെ അനുകൂലിക്കുക, രാഹുലിനെ പോലെ ഒരു MLA മതിയെന്ന് പറയുന്നവർ, പെൺകുട്ടികളെ മാത്രം കുറ്റം കണ്ടുപിടിക്കുന്ന ആളുകൾ സ്വന്തം കുടുംബത്തിൽ ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ അംഗീകരിക്കുമോ? അല്ലെങ്കിൽ ഈ പറയുന്ന രാഹുൽ നല്ല കുട്ടിയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെ നൽകുമോ എന്ന് കൂടി ചിന്തിക്കേണ്ടത് തന്നെയാണ്.